കല്ലുത്താൻ കടവിലെ പുതിയ പാളയം മാർക്കറ്റിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരി വ്യവസായി സമിതിയും കച്ചവടക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പാളയം മാർക്കറ്റ് മാറ്റുന്നതിനെതിരെ വ്യാപാരികൾ കരിദിനം ആചരിച്ചു. മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഇന്ന് നടന്ന പ്രതിഷേധമടക്കം ഒന്ന് കാണാം. എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധമെന്ന് നമ്മൾ നേരത്തെ കേട്ടുകഴിഞ്ഞു. ഇന്ന് ഉദ്ഘാടനം നടക്കുകയായിരുന്നു. പ്രതിപക്ഷത്തെ വിമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. എന്തിനാണ് നാടിന്റെ നല്ല കാര്യത്തെ അംഗീകരിക്കാതെ തള്ളിപ്പറയുന്നതെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ചോദിച്ചു. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണല്ലോ പ്രതിപക്ഷമായിരിക്കുക. അവര് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. അത് പാർലമെന്ററി നടപടിക്രമത്തിലെ രീതിയാണ്. പക്ഷേ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ? ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ? നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകുകയല്ലേ വേണ്ടത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ അടുത്ത കാലത്തായി ഈയൊരു പ്രവണത ശക്തിപ്പെട്ടു വരികയാണ്. ദീപക് മലയമയും അഭിജിത്ത് മുഴക്കുന്നും നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ആദ്യം ദീപക് മലയമയിലേക്കാണ്. ദീപക്, പുറത്ത് പ്രതിഷേധം, അകത്ത് ഉദ്ഘാടനം, അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു ഇന്ന് കണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഈ ന്യൂ മാർക്കറ്റിനെ അനുകൂലിക്കുന്ന തൊഴിലാളികൾ തെരുവിലിറങ്ങുന്നു. ഇത് കണ്ട് അനുകൂലിക്കാതെ പ്രതികൂലിക്കുന്നവർ കൂക്കി വിളിക്കുന്നു. മറ്റൊരു സംഘർഷം ഉണ്ടാവുന്നു. പോലീസ് ഇടപെടേണ്ടി വരുന്നു. എന്താണ് തെരുവിൽ സംഭവിച്ചത് ഇന്ന്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഈ പാളയം മാർക്കറ്റ് ന്യൂ പാളയം മാർക്കറ്റ് എന്ന നിലയ്ക്ക് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഭരണപക്ഷ അനുകൂല തൊഴിലാളി സംഘടനകൾ ഈ ന്യൂ മാർക്കറ്റിനെ അനുകൂലിക്കുകയും ഭരണപക്ഷ വിരുദ്ധ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനകൾ അതിനെ പൂർണ്ണമായും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ ഈ ഒരു ഉദ്ഘാടനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷത്തുള്ള ഈ തൊഴിലാളി സംഘടനകളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് വായ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. അത് പാളയം നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ മാർക്കറ്റ് അവിടെ നിന്ന് മാറ്റരുത്, ഒരു വികസനം കൊണ്ടുവരേണ്ടത് ആ ഭൂമിയിൽ തന്നെയാണ് എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യവും മുദ്രാവാക്യവും ഒക്കെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെയാണ് ഈ ഭരണാനുകൂല തൊഴിലാളി സംഘടനകൾ അവിടെ ചെണ്ടമേളം ഉൾപ്പെടെ മുഴക്കിക്കൊണ്ട് ഈ ന്യൂ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം നടത്തുന്നത്. ആ ഘട്ടത്തിലാണ് രണ്ട് തൊഴിലാളി സംഘടനകളിലെയും ആളുകൾ തമ്മിൽ ചെറിയ ഒരു ഉന്തുതള്ളിലേക്കും കാര്യങ്ങൾ പോകുന്നത്. പോലീസ് അപ്പോൾ തന്നെ ഇടപെടുകയും ആ പ്രശ്നമില്ലാതെ അത് ഏറെക്കുറെ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉപജീവനം പൂർണ്ണമായും നഷ്ടപ്പെടും എന്നുള്ളതാണ് റീറ്റെയിലേഴ്സിന്റെ ഉൾപ്പെടെയുള്ള പരാതിയായി വരുന്നത്. സ്വാഭാവികമായും ആ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു ചെറുത്തുനിൽപ്പിന് അവർ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യത എത്രത്തോളം കണ്ട് വിലപ്പോവും എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുമുള്ളത്. യെസ്, അതാണ് ഇന്ന് തെരുവിൽ നടന്നത്. അഭിജിത്ത് മുഴക്കുന്നിലേക്ക് കൂടി പോകാം. അഭിജിത്ത്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതിപക്ഷത്തിനെതിരെ ഉള്ളതായിരുന്നു. എന്തിനാണ് നാടിന്റെ ഒരു നല്ല കാര്യത്തെ അംഗീകരിക്കാതെ ഇങ്ങനെ തള്ളിപ്പറയുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നു? റോഷ്നി, രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിനെതിരെയുണ്ടായി. കാരണം ഇന്ന് നടന്ന പരിപാടി അവിടെ MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നില്ല. അതിനെ കൂടി പരോക്ഷമായി ഒരു വിമർശനം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇത് ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്, ഒരു വികസന പദ്ധതിയാണ്. ഒരു മത്സരം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ മത്സരമുണ്ടാകും, ജയവും പരാജയവും ഒക്കെ ഉണ്ടാകും. പക്ഷേ നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല. ഒത്തൊരുമിച്ച് വേണ്ടിയാണ് നമ്മൾ ഈ വികസനത്തിന് വേണ്ടി നിലകൊള്ളേണ്ടത് എന്ന് മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതിക്ക് ഒരുപാട് തിരിച്ചടികൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ഇതിൻ്റെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിൽ അതിനെ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 2005 ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നു, 2009 തറക്കല്ലിടുന്നു. ഏതാണ്ട് 16 വർഷം കൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു അഭിമാനകരമായ രീതിയിലേക്ക് കല്ലുത്താൻ കടവിലേക്ക് ന്യൂ പാളയം മാർക്കറ്റിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള കോർപ്പറേഷന്റെ ആ ഒരു നേട്ടത്തെ മുഖ്യമന്ത്രി എടുത്തു കാണിക്കുകയും ചെയ്തു. രൂക്ഷമായ വിമർശനം ഏതായാലും പ്രതിപക്ഷത്തിന് നേരെ ഇന്ന് മുഖ്യമന്ത്രി നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി, ശരി, ഉദ്ഘാടന പ്രസംഗത്തിലാണ് എന്തായാലും പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി വാക്കുകൾ തൊടുത്തുവിട്ടത്. അകത്ത് ഉദ്ഘാടനം നടക്കുമ്പോൾ പുറത്ത് പ്രതിഷേധം എന്നുള്ളതായിരുന്നു ഇന്നത്തെ സ്ഥിതി. എന്തായാലും പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു.